ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ ഞാനിന്ന് വന്നിട്ടുള്ളത് പെരി ചിക്കൻ മന്തി ആയിട്ടാണുള്ളത്. ഇപ്പോൾ മന്തിയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ പെരി ചിക്കൻ മന്തിയാണല്ലേ. അതിന് കാരണം ഇതിൻ്റെ മുകളിൽ നമ്മളെ ചിക്കൻ്റെ മുകളിലൊക്കെ എടുക്കുന്ന ആ ഒരു മസാലയൊക്കെ തന്നെയാണ്. ആ മസാലയും ആ റൈസും ഒക്കെ തന്നെ കൂട്ടി കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ പെരി ചിക്കൻ മന്തിനെ ഇത്ര ഹൈലൈറ്റ് ആക്കി വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ സിമ്പിളായിട്ട് റെസ്റ്റോറൻറ്റിൽ അതേ ടേസ്റ്റിൽ നമുക്കിങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടി ഞാനിതാ 1 കിലോ ചിക്കൻ എടുത്ത് കിട്ടാം. ഞാനിപ്പോൾ സ്കിന്നൊക്കെ ഒഴിവാക്കിയിട്ടാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിന്നോടെ കൂടെ തന്നെ എടുക്കാം. അതേപോലെ ഞാനൊരു ഏകദേശം ഒരു മീഡിയം സൈസ് വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ സാധാ മന്തിയൊക്കെ കഴിക്കുന്ന പോലെ വലിയ പീസാക്കി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നിറച്ചു ഞാനിങ്ങനെ കുത്തി കൊടുക്കുന്നു കേട്ടോ. ഫോക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചോ എങ്ങനെയെങ്കിലും ഇതേപോലെ കുത്തി കൊടുക്കാം. അതിനിപ്പോൾ നമുക്ക് ചിക്കനിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു ഹാഫ് ക്യാപ്സിക്കം, ഒരു ചെറിയൊരു ഉള്ളി, ഒരു തക്കാളി, കുറച്ച് മല്ലിയില, പുതിനയില, 2 ക്യൂബ് ചിക്കൻ ക്യൂബും പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്ത് വെച്ച് കിട്ടാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഞാനിതാ മിക്സിയിലേക്ക് ഇട്ടിട്ട് അരിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ആദ്യം ചെറിയ മിക്സിയിലിട്ടത് ചെറിയ ജാറിലിട്ടെ. അപ്പോൾ അത് പറ്റൂലാന്ന് തോന്നിയതിനെ കൊണ്ട് വലുതിലേക്ക് മാറ്റിയിട്ടാം. അപ്പോൾ എല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് ഞാനിത് നല്ലോണം തന്നെ ഒന്ന് അരിച്ചെടുക്കാൻ പോവാണ്. അതേപോലെ തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വലിയ ജീരകവും കുറച്ച് ചെറിയ ജീരകവും കൂടെ ഇടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂണ് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ നല്ലോണം അടിച്ചെടുക്കുന്നത്. ഇതാപ്പം നല്ലോണം അരിച്ചെടുത്തതിന് ശേഷം ഞാൻ ചിക്കൻ്റെ മുകളിലേക്ക് ഈ പേസ്റ്റ് ഫുള്ളും ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ. സാധാ മുളക് പൊടിയല്ല, കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ്. എന്നാലേ നമുക്ക് ഈ ചിക്കനിൽ കളർ കിട്ടുള്ളൂ. പിന്നെ അതാ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, എല്ലാം 1/4 ടീസ്പൂൺ തന്നെ കേട്ടോ. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1.5 ടീസ്പൂണ് മന്തി മസാല, പിന്നെ ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് പിന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കട്ടോ. അതേപോലെ ഇതിലേക്ക് ഫുഡ് കളറും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. ഇത് ഓപ്ഷനിലാണ്. ഇതൊക്കെ ചേർത്തെങ്കിൽ മാത്രമേ നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ആ ഒരു കളറ് കിട്ടുള്ളൂ. എന്നാലും ഞാൻ ഇതിൽ കുറച്ചാണ് ചേർത്തെടുക്കുന്നുള്ളൂ. നമുക്ക് ഇപ്പം റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നല്ല റെഡിഷ് കളർ ചിക്കനല്ലേ കിട്ടുക. അത് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ കളറ് ആഡാക്കി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഞാൻ നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇടാൻ മറന്നുപോയ 2 സാധനങ്ങളാണ്. നമ്മളെ മെയിൻ ഐറ്റം ചില്ലി ഫ്ലെക്സ്, പിന്നെ കുറച്ച് ഒറിഗാനോയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഞാൻ നല്ലോണം മിക്സ് ആക്കി വെച്ചിട്ട് ഇത് ഞാനിപ്പോൾ പിറ്റേന്ന് ഉച്ചയ്ക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേന്ന് രാത്രി തന്നെ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം മസാല ഇങ്ങനെ ചിക്കനിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രത്തോളം നമ്മൾ ചിക്കനിൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനിതാ റൈസിന് വേണ്ടിയിട്ട് ഞാൻ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. 1 kg എന്നാണ് എടുത്തത്. എന്നിട്ട് ഞാനത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ഹാഫ് അവർ കുതിർത്തി വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം സ്റ്റൗ ടോപ്പിൽ വെച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യത്തെ ഒരു 1-2-3 മിനിറ്റ് നമ്മളൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചെടുക്കുക. ചിക്കനിലേക്കൊന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊന്ന് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ സാധാ മന്തിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ പിന്നെ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ചിക്കന് കുക്കാവുന്നവരെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം അടിച്ച് വെച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, മറിച്ചിട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചിക്കന് കരിഞ്ഞു പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ എണ്ണ ഇങ്ങനെ മുകളിലോട്ടേക്ക് ഇങ്ങനെ വരും കേട്ടോ. ചിക്കന് കുക്കായി വരുന്ന ടൈം വരെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് തുറന്ന് നോക്കിയിട്ട് ഒന്നിങ്ങനെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്കിത് സെറ്റായി കിട്ടും കേട്ടോ. ഇപ്പോൾ ചിക്കന് നമ്മൾ ഏകദേശം ഫുള്ള് കുക്കായതിന് ശേഷം ഞാനിതാ ഇതിൽ നിന്ന് മാറ്റി എടുക്കാൻ പോകാൻ കേട്ടോ. ചിക്കന് എല്ലാം തന്നെ ഞാൻ ഇതിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ചിക്കനൊക്കെ നല്ലോണം കുക്കായിട്ട് പിന്നെ നമ്മളെ ഗ്രേവി എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു അടിപൊളി സ്മെല്ലാണ് വരുന്നത് കേട്ടോ. അതേപോലെ നമ്മൾ മസാല ആക്കുമ്പം കാശ്മീരി റെഡ് ചില്ലി പൗഡറിൽ യൂസാക്കി അത് തന്നെ യൂസാക്കുക. എന്നാലേ നമുക്ക് ഒരു കളറും കിട്ടുള്ളൂ, എരിവ് കുറഞ്ഞിട്ടും കിട്ടുള്ളൂ, അല്ലെങ്കിൽ എരിവ് അധികമായി പോകും.
അങ്ങനെ ഇതാ ചിക്കൻ എല്ലാം മാറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഈ പോട്ടിലേക്ക് അടിയിൽ ഗ്രേവി വേറെയും മുകളിൽ ഓയിൽ വേറെ ആയിട്ട് തന്നെയാണുള്ളത്. അതിൽ നിന്ന് ഓയിൽ ഞാൻ വേറെ ആക്കിയിട്ടും ഗ്രേവി വേറെ ആക്കിയിട്ട് തന്നെ മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. രണ്ട് ബൗളിലേക്ക് ആക്കിയിട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ദം ചെയ്യാൻ ആവശ്യമുണ്ട്. അതുമല്ല നമ്മൾ പെരി ചിക്കൻ്റെ മുകളിൽ ഒരു നമ്മളെന്താ പറയുക, ഒരു ക്രീമിയില്ലേ, എന്നിട്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിൻ്റെ ഗ്രേവി യൂസ് ചെയ്യാക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ടും മാറ്റി വെക്കാം കേട്ടോ. ഇനിതാ ഞാൻ റൈസ് കുക്ക് ചെയ്യാൻ പോകാം കേട്ടോ. അതിന് വേണ്ടി പോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 കഷ്ണം കറുവപ്പട്ട, കുറച്ച് ഗ്രാമ്പു, ഒരു 4 ഏലക്ക കുത്തിയത്, പിന്നെ ഒരു ഡ്രൈ ലെമണ്, പിന്നെ വലിയ ജീരകം, ചെറിയ ജീരകം, കുറച്ച് കുരുമുളക്, പിന്നെ മല്ലി, മുഴുവനായിട്ടുള്ള മല്ലിയും 2 ബേ ലീഫും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിതാ കുറച്ച് വെളുത്തുള്ളി അങ്ങനെ അധികം കുത്താണ്ടതാ ജസ്റ്റ് ഇതേപോലെ തന്നെ അങ്ങനെ ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് വാടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, വലിയ ഉള്ളി. എന്നിട്ട് അത് നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി സോഫ്റ്റ് ആകുന്നവരെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാനിതാ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച് കേട്ടോ, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ റൈസിൽ ചേർത്ത് കൊടുത്താൽ നമ്മൾ റൈസിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ അപ്പാട് നമ്മൾ വെള്ളത്തിൽ റൈസ് ഇങ്ങനെ കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വലിയൊരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കി ചേർത്ത് കൊടുത്താൽ നമ്മുടെ മന്തി റൈസിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാനിപ്പോൾ 1 കിലോ റൈസാണ് യൂസ് ആക്കുന്നത്. അപ്പം അത് നമ്മളതുപോലെ നമ്മൾ ഊറ്റിയെടുക്കുന്നല്ലേ ചോറ്, അപ്പോൾ അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് മന്തി മസാലയും കൂടെ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് നല്ലോണം പതിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് അരിയിട്ട് കൊടുക്കാം കേട്ടോ. അതേപോലെ നമ്മൾ മന്തി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ റൈസ് ഊറ്റിയെടുക്കുന്നതിനെ കൊണ്ട് തന്നെ ഇതിലേക്ക് അധികം മന്തി മസാല ഇടില്ല, കാരണം റൈസിൻ്റെ കളർ ചേഞ്ച് ആയി പോകുന്നത് വെച്ചാൽ. അപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം മന്തി മസാല ഒക്കെ ചേർത്ത് കൊടുത്താലും കളറൊന്നും ചേഞ്ച് ആവില്ല കേട്ടോ. പകരം നമ്മളെ റൈസിന് നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിതാ സാധാരണ അരി നമ്മൾ ചോറ് വേവിച്ചെടുക്കുന്ന പോലെ വെന്തതിന് ശേഷം ഊറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മൾ പെരി ചിക്കൻ്റെ മെയിൻ സ്റ്റെപ്പ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മാറ്റി വെച്ച ഗ്രേവിയിലെ അത് ഞാനൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേറെ എണ്ണ ഒന്നും യൂസ് ആക്കുന്നില്ല കേട്ടോ, ഓയിലൊന്നും യൂസ് ആക്കുന്നില്ല, ആ ഗ്രേവി മാത്രമേ യൂസ് ആക്കുന്നുള്ളൂ. അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, അതുപോലെ 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി, കുറച്ച് ഹണിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ തന്നെ ഒന്ന് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു തിള വരുന്നവരെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതാണ് നമ്മൾ പെരി ചിക്കന് ആ ഒരു ടേസ്റ്റ്, മുകളിലുള്ള ആ ഒരു ഗ്രേവി ഉണ്ടാവില്ലേ നമ്മൾ ചിക്കൻ്റെ മുകളിലുണ്ടാവുന്ന ആ ഒരു സാധനമാണ് ഇതാണ് നമ്മൾ പെരി ചിക്കൻ ഇത്ര ടേസ്റ്റി ആക്കി എടുക്കുന്നത്. ഒരു ചെറിയൊരു പുളിയും ഒരു മധുരവും എല്ലാം കൂടെ ചേർന്നാണ് നമ്മൾ പെരി ചിക്കന്. അപ്പോൾ എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആയി വറ്റിയതിന് ശേഷം നമ്മളിതിലേക്ക് എല്ലാ ചിക്കനും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ നമ്മൾ റെസ്റ്റോറൻറ്റിലെ ചിക്കൻ എന്ന് വെച്ചാൽ ഭയങ്കര റെഡിഷ് കളറല്ലേ, അതെന്ന് വെച്ചാൽ ഈ ടൈമിൽ നമ്മൾ റെഡ് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ കഴിക്കുന്നതിനെ കൊണ്ട് തന്നെ അധികം ഫുഡ് കളർ യൂസ് ആക്കുന്നില്ല. അപ്പോൾ ഈ ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു റെഡിഷ് കളർ വേണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ഗ്രേവിയിൽ ഇപ്പോൾ ആക്കിയെടുത്ത ആ ഈ ഗ്രേവിയിലേക്ക് കുറച്ചും കൂടെ റെഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ്റിൽ സ്റ്റൈലിൽ കിട്ടുന്ന ആ ഒരു കളറ് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ടേസ്റ്റ് വൈസ് അത് തന്നെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ആ ഒരു കളറ് ജസ്റ്റ് ചേഞ്ച് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ചിക്കനിലേക്കെല്ലാം മുകളിലേക്കും എല്ലാ ഭാഗത്തേക്കും ആയതിനു ശേഷം ഞാനൊന്ന് മാറ്റിയെടുത്ത് കിട്ടാം. ഇപ്പോൾ നമ്മളെ ചിക്കൻ്റെ മുകളിലേക്ക് ഗ്രേവിയൊക്കെ നല്ലോണം പിടിച്ചിട്ട് ചിക്കൻ നല്ല സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചോറ് ദം ചെയ്യാം. അപ്പോൾ ദമ്മയിൽ സാധാരണ ദമ്മ ചെയ്യുന്ന പോലെ തന്നെയാണ്, പക്ഷെ ഞാൻ ചിക്കൻ അടിയിൽ വെച്ചെടുക്കുന്നില്ല. നമ്മൾ ചിക്കൻ ആക്കിയെടുത്ത പോട്ടിൽ കുറച്ച് ഗ്രേവി അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് റൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് റൈസ് എല്ലാ ഭാഗത്തേക്കും ആയതിനു ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഓയിലില്ലേ, നമ്മൾ ചിക്കനിൽ മാറ്റി വെച്ച ഓയിൽ അത് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നല്ലോണം തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇതൊന്നും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. ഇതൊക്കെ തന്നെയാണ് നമ്മളെ മന്തിൻ്റെ റൈസിനെ ടേസ്റ്റ് ആക്കി എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചേർത്താൽ, കാരണം നമ്മൾ മന്തിൻ്റെ റൈസിലേക്ക് അധികം മസാലകളൊന്നും യൂസ് ആക്കിക്കില്ല. അപ്പോൾ ഈ മസാലകളൊക്കെ ഇറങ്ങി വന്നെങ്കിൽ മാത്രമേ നമ്മളെ മന്തിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ അതിൽ കുറച്ച് മാറ്റി വെച്ച് ഗ്രേവിയില്ലേ, നമ്മൾ ഫുള്ളായിട്ട് പാനിലേക്ക് വെച്ച് ചിക്കൻ ചെയ്തെടുത്തില്ലല്ലോ, അതിൽ ബാക്കി വന്ന കുറച്ച് ഗ്രേവി ഇതേപോലെ കുറച്ച് എല്ലാ ഭാഗത്തേക്കാവുന്ന രീതിയിൽ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെയും ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക. ഇതേ സ്റ്റെപ്പിന് നമ്മൾ റൈസ് ഫുള്ള് കഴിയുന്നവരെ കണ്ടിന്യൂ ചെയ്യട്ടോ.
അതേപോലെ നിങ്ങൾക്ക് റൈസിന് കുറച്ചും കൂടെ റെഡിഷ് കളർ വരണമെങ്കിൽ നമ്മൾ കളർ യൂസാക്കാം. കളറ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ റൈസിൻ്റെ ചില ഭാഗങ്ങളിൽ ചില റെഡിഷ് കളറും യെല്ലിഷ് കളറൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ യെല്ലോ കളർ വേണമെങ്കിൽ യെല്ലോ കളർ, റെഡ് കളർ വേണമെങ്കിൽ ഫുഡ് കളറൊക്കെ ചേർത്ത് കൊടുക്കട്ടോ. ഞാനിപ്പോൾ റെഡ് കളറൊന്നും അധികം ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം നമുക്ക് ഹെൽത്തിന് അത്ര നല്ലതല്ലല്ലോ. അങ്ങനെ ഇതാ ഇപ്പോൾ ലാസ്റ്റ് ലെയറും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതാ വീഡിയോ ചെയ്യുന്നതിനെ കൊണ്ട് മാത്രം ലേശം റെഡ് കളറ് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്താളി. അപ്പോൾ പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പച്ചമുളക് കുത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ റൈസിൻ്റെ കൂടെ ഈ ഒരു പച്ചമുളക് നമ്മൾ ദമ്മൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കൊന്ന് സോഫ്റ്റായിട്ട് ഒന്ന് ഇങ്ങനെ വാടി കിട്ടൂലേ, അതിങ്ങനെ ചോറിൻ്റെ കൂടെ നല്ലോണം ഒന്ന് ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൂട്ടാൻ നല്ല ടേസ്റ്റ് ആക്കും കേട്ടോ. പിന്നെ ചിക്കൻ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചെടുക്കുന്നത്. സാധാരണ നമ്മൾ വണ്ടി ദമ്മ് ചെയ്യുമ്പോൾ അടിയിൽ ചിക്കൻ വെച്ചിട്ടല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ മസാലയൊക്കെ വെച്ച് സെറ്റാക്കി വെച്ച ചിക്കൻ, അപ്പോൾ ഇതിൻ്റെ മുകളിൽ റൈസ് വന്നിട്ട് ഇതിൻ്റെ മസാല എല്ലാം റൈസിലാവേണ്ട, ആ ഒരു ചിക്കൻ്റെ മുകളിൽ തന്നെ ടേസ്റ്റ് വരണം. അതുകൊണ്ടാണ് ചിക്കൻ മുകളിൽ തന്നെ വെക്കണം കേട്ടോ. പെരി പെരി ചിക്കൻ ഉണ്ടാക്കുമ്പം എന്തായാലും ചിക്കൻ മുകളിൽ തന്നെ വെക്കുക. എന്നിട്ട് നമ്മൾ എല്ലാപ്പോഴും മന്തിയിലേക്ക് ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് നമ്മളെ ചാർക്കോളൊന്ന് നല്ലോണം ചൂടാക്കി എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് നേരം മൂടിയിട്ടൊക്കെ കേട്ടോ. നമ്മൾ ഇത് ചെയ്യുന്നതൊക്കെ ലോ ഫ്ലെയിമിലിട്ടായിരിക്കണം കേട്ടോ ദം ചെയ്തെടുക്കേണ്ടത്. അതേപോലെ ഇങ്ങനെ സ്മോക്ക് ചെയ്തെടുത്താൽ നമുക്ക് നമ്മളെ മന്തിക്ക് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ ദമ്മൊക്കെ ഇട്ട് കുറേ ടൈം കഴിഞ്ഞതിന് ശേഷം ഞാൻ ദമ്മ് പൊട്ടിക്കാൻ പോവാണ്. നമ്മളെ ചിക്കനും റൈസെല്ലാം കൂടെ നല്ലോണം സെറ്റായി കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിൽ ആദ്യം തന്നെ ചിക്കന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോറിലൊക്കെ ഇടുന്നിട്ട് ഇതിങ്ങനെ മിക്സ് ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ചിക്കൻ മാറ്റി വെക്കുന്നത്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ചോറൊന്ന് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ മാറ്റിയെടുത്തിട്ട് ഞാൻ നമ്മൾ ചോറൊക്കെ നല്ല കറക്റ്റായി കിട്ടിക്കിട്ടോ, പൊട്ടിപ്പോവാണ്ടൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചോറ് വേവിക്കുമ്പം റൈസ് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താക്കുക, ഒരു 80% മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി, ഓവർ കുക്കാൻ വേണ്ട. ഓവർ കുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റൈസ് പൊട്ടിപ്പോവും. എന്നിട്ട് നമ്മളെ മന്തി സെർവ് ചെയ്യാൻ പോവാണ്. ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ റൈസെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ചിക്കൻ്റെ പീസസ് ഒക്കെ വെച്ചെടുക്കട്ടോ. ഞാനിപ്പോൾ പീസ് വെക്കുന്ന ഒരു വീഡിയോ കട്ട് ചെയ്ത് നോക്കി, എടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ മന്തിയൊക്കെ നല്ല കറക്റ്റ്, നമ്മൾ മന്തി റൈസിനേക്കാളും നമ്മൾ ചിക്കന് ഇങ്ങനെ റൈസ് ആക്കിയിട്ടില്ലെങ്കിൽ ചിക്കൻ ഇങ്ങനെ തന്നെ ആക്കിയിട്ട് പൊറോട്ടൻ്റെ ഒപ്പരോ ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിനേക്കാളും നല്ല ടേസ്റ്റിലാണ് നമ്മളെ ചിക്കൻ ഇരിക്കുന്നത്. അതിൻ്റെ മുകളിലത്തെ ഗ്രേവിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഇത് മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഒരു പ്രാവശ്യങ്ങൾ വീട്ടിലുണ്ടാക്കി വെക്കുക. പിന്നെ നമ്മൾ മന്തി ഇങ്ങനെ ഉണ്ടാക്കുള്ളൂ, സാധാ മന്തി ഒന്നും പിന്നെ ഉണ്ടാക്കില്ല. ഈ പെരി മന്തി തന്നെ ഉണ്ടാക്കും. പിന്നെ ഇതിൻ്റെ സാധാരണ കഴിക്കുന്ന പോലെ തന്നെ മയോണൈസും ടൊമാറ്റോ ചട്നിയും കൂടെ മിക്സ് ആക്കിയിട്ട് കഴിക്കട്ടോ. അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ കണ്ടില്ലേ, നല്ലോണം മസാലയിലും നല്ല സോഫ്റ്റായിട്ടാട്ടോ നമ്മൾ ചിക്കനും ഇരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല ഈ മസാലയുടെ കൂടെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ എന്തായാലും ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് നോക്കുക, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ എല്ലാ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. താങ്ക്